ഹബീബ സുബൈർ, കോഴിക്കോട് മുക്കം തിരുവമ്പാടിയിൽ നിന്ന് വരുന്നു. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോടൻ ഒതൻറ്റിക് പ്രോൺസ് ദം ബിരിയാണി. ഇതിലേക്ക് ആവശ്യമായ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള വഴറ്റിയെടുക്കണം. നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഓക്കെ ഹബീബ, അങ്ങനെ മുക്കത്തു നിന്നുള്ള ആള് കോഴിക്കോട് ഫേമസ് ഫോർ ബീച്ച് ആൻഡ് ബിരിയാണി അല്ലേ? കോഴിക്കോട് ഒതന്റിക് ദം ബിരിയാണി ഒത്തന്റിക് ദം ബിരിയാണി ആണ് ചെയ്യുന്നത്. അല്ലാതെ തന്നെ കോഴിക്കോട് പ്രത്യേകിച്ച് മസാലക്കൂട്ടുകളും കൂടുതലില്ലാണ്ട് സിമ്പിൾ ആയിട്ടുള്ള അതന്നെ. ഓക്കെ, അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് തന്നെ ഏത് സീ ഫുഡാണ് യൂസ് ചെയ്യുന്നത്? പ്രോൺസ്. രണ്ടാമത്തെ പ്രോൺസിലേക്ക് എത്തുന്നു. ഇത് ഒത്തന്റിക് കോഴിക്കോടൻ ദം ബിരിയാണി. ഓക്കെ, തലശ്ശേരിക്കാർക്ക് അവരുടെ ഒതന്റിക് എല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. എന്താ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ തലശ്ശേരി ബിരിയാണി ആൻഡ് കോഴിക്കോട് ബിരിയാണി? രണ്ടും ദമ്മാണ്. ഓക്കെ, എന്താ വ്യത്യാസം പറയാനുള്ളത്? നമ്മളെ റിലേറ്റീവ്സ് ഒക്കെ കൂടുതലും കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്. അപ്പം നമുക്ക് വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതന്നെയാണ് കൂടുതലും ചെയ്യല്. തലശ്ശേരി തന്നെയാണ് കൂടുതൽ. അപ്പൊ അങ്ങനെ പറയാനേ പറ്റുള്ളൂ. കോഴിക്കോട് മസാല കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ ഇത് കുറച്ചാണെന്നല്ലേ പറഞ്ഞേ? ഇത് കുറച്ചാണ്. അതെ, കുറച്ച്. എവിടെ കൂടുതൽ പറഞ്ഞ? കോഴിക്കോട് സൈഡ് കൂടുതലാണോ? കോഴിക്കോട് മസാല കൂടുതലാണ്. ഓക്കെ, തലശ്ശേരിയിൽ അത്ര ഇല്ല. ഓക്കെ, സട്ടിൽ. അത് രണ്ടും കൂടെ. ഇപ്പൊ വീട്ടിൽ ആരൊക്കെയുള്ള? വീട്ടിൽ എനിക്ക് 4 മക്കളാണ്. 4 മക്കള്. ഇളയാള് മോന്. മൂത്ത മോള് പഞ്ചാബില് ബയോമെഡിക്കൽ പഠിക്കും. രണ്ടാമത്തെ ആള് +1. മൂന്നാമത്തെ ആള് 4th എന്റെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ 2 വയസ്സായ മോനാണ്. 2 വയസ്സായ. ഹസ്ബൻഡിന്റെ ബിസിനസ് ദുബായിലാണ്. ABC കാർഗോ ബ്രാഞ്ച് ഇൻചാർജ് ആയിട്ട്. വെരി നൈസ്. അപ്പൊ ദുബായിലുണ്ടായിരുന്നോ? ദുബായിലുണ്ടായിരുന്നു. വലിയ പാഷൻ ആയതുകൊണ്ടാണല്ലേ നല്ല താല്പര്യമുണ്ട്. എന്താ, ഹോം ഷെഫോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഹോം ഷെഫാണ്. ഓർഡർ എടുക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ KBKയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിന് കോഴിക്കോട് നിന്ന് ഫസ്റ്റ് ആയിരുന്നു. പിന്നെ കേരള 3rd വിന്നർ. ഇപ്പോൾ നെക്സ്റ്റ് വിളിച്ചിട്ട് ഇപ്പോൾ അവിടെ പോകുന്നുണ്ട്, ഗോകുലമാളില്. അല്ല, എല്ലാ സൗത്ത് ഇന്ത്യൻ എല്ലാം ചെയ്യും. ഇനി നമുക്ക് ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്. ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. മല്ലിയില വിതറി കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പുതിന ഇലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. റൈസിനാവശ്യമായ സവാള വറുത്തെടുക്കുക. സൺഫ്ലവർ ഓയിലും നെയ്യിലുമാണ് വറുത്തെടുക്കുന്നത്. ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാനുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസിലേക്ക് വേണ്ട പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം. വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കാം. 3 ഗ്ലാസ് വെള്ളമാണ്
അരിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിന് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രൂപത്തിലെടുക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു ബേ ലീഫ്, ഒരു പിടി സാജീരകം, 3 ഏലക്ക, 3 കഷ്ണം പട്ട. നമ്മൾ സവാള നന്നായി വയന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെക്കാം. ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കിസ്മിസ് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ കാഷ്യൂ വറുത്ത് കോരി മാറ്റി വെക്കാം. പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് പ്രോൺസ് ഒന്ന് നമുക്ക് ചെറുതായിട്ട് കോരി മാറ്റി വെക്കാം. നമ്മളെ റൈസ് പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് നമ്മൾ മസാലയൊക്കെ അഴി വന്നിട്ടുണ്ട്. ഇനി റൈസ് നമ്മൾ ദം ചെയ്യാൻ പോവാണ്. ദം സ്റ്റേജ് ആയോ? ദം സ്റ്റേജായി. ഓയിൽ വെക്കാം. മസാലയായി, റൈസായി, മസാലയായി. ദമ്മിങ് പ്രോസസ്. അപ്പോൾ ടുവേർഡ്സ് ദ എൻഡ് ആവി വരുന്നുണ്ട്, മണം വരുന്നുണ്ട്. ഇപ്പം നടക്കട്ടെ, ഇനി അവിടെ വെച്ച് കാണാം. മേളിൽ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച കാഷ്യൂ, കിസ്മിസ്, മല്ലിയില, നമ്മളെ ബിരിയാണി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ദം പൊട്ടിച്ച്